ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് 50% വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റാണ് ബയോളജി. അപ്പോൾ അതിൽ നമുക്ക് 90 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലേ. 45 ബോട്ടണി, 45 സുവോളജി നമ്മൾ ആൻസർ ചെയ്യണം. നമുക്ക് കറക്റ്റ് ആൻസറിന് +4 മാർക്സ്, റോങ് ആൻസറിന് മൈനസ് മാർക്കിംഗ് ഉണ്ട്. ഇതൊക്കെ മക്കൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ നീറ്റ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു കേസ് പറഞ്ഞിട്ട്, ഒരു പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ട് വളരെ ഒരു പ്രത്യേക രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതുപോലെ ഒരുപാട് ന്യൂ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ലൈക്ക് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പം സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ തന്നെ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തന്ന് നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലേണിങ്ങിനെ കുറച്ച് സ്മാർട്ടായിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യണം. ഏറ്റവും അധികം നമ്മുടെ സ്കോറിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ എത്രമാത്രം എഫക്റ്റീവായി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, വെറും നമ്പർ മാത്രമല്ല ടൈപ്പ്, വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ബോട്ടണിയിലേക്ക് നമ്മൾ വരുമ്പം കൂടുതൽ പേർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് ബോട്ടണി. കാരണം പ്ലാന്റ്സിനെ കുറിച്ചാണ് ഒരുപാട്, എസ്പെഷ്യലി ഇപ്പോൾ നിങ്ങൾ പ്ലാന്റ് കിങ്ഡം ഒക്കെ പോലത്തെ ചാപ്റ്റേഴ്സ് എടുത്താൽ ആൽഗയുടെ എക്സാമ്പിൾസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, ലൈഫ് സൈക്കിൾസ്, വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഓർത്തെടുക്കാനുണ്ട്. ബോട്ടണിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഓർത്തെടുക്കും? ചില സയൻറ്റിസ്റ്റുകളുടെ പേരുകൾ അല്ലെ, നെയിമുകൾ, ഇതൊക്കെയാണ് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാം? മക്കൾക്കറിയാം, നമ്മുടെ നീറ്റിൻ്റെ സിലബസ്, ബയോളജി സിലബസ് ഇസ് പ്യുവർലി NCERT ബേസ്ഡ്. NCERT റീഡിങ് ഇതിനെല്ലാം മസ്റ്റാണ്. നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതും നീറ്റ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയാലും പ്യുവർലി 100% NCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ NCERT റീഡിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. NCERT എല്ലാ മക്കളും ഒരേപോലെ, ഇപ്പം നിങ്ങൾ പല സിലബസ് നിന്ന് പഠിച്ചു വന്നവരാണ്. ICSE പഠിച്ചവരുണ്ട്, CBSE പഠിച്ചവരുണ്ട്, സ്റ്റേറ്റ് സിലബസ് പഠിച്ചവരുണ്ട്. എല്ലാവർക്കും ഇപ്പം NCERT എടുത്ത് വായിക്കുമ്പോൾ ഒരേപോലെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല അല്ലേ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ടോപ്പ് റാങ്ക് മേടിച്ച, കഴിഞ്ഞ 2023 AIR 1 വാങ്ങിച്ച കുട്ടി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് വരെ NCERT ഒരു 15 പ്രാവശ്യം, ടോട്ടലി ഒരു 15 ടൈംസ് ഞാൻ NCERT വായിച്ചിരുന്നു ഫോർ ഓൾ 3 സബ്ജക്ട്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. അപ്പം നമ്മൾ ബയോളജിയുടെ കേസിലേക്ക് വരുമ്പം എസ്പെഷ്യലി റിപ്പീറ്റഡ് റീഡിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 15 പ്രാവശ്യമൊക്കെ ആ ബുക്ക് മുഴുവൻ വായിക്കുക എന്ന് പറയുമ്പം എത്രമാത്രം അവർക്ക് കാര്യങ്ങൾ തൊറവായിട്ടുണ്ടെന്ന് മക്കൾ വിചാരിക്കണം. അപ്പോൾ നീറ്റ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് എസ്പെഷ്യലി ബയോളജിയിൽ, എസ്പെഷ്യലി ബോട്ടണിയിലൊക്കെ വെറും റീഡിങ് മാത്രം പോരാ, നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നോക്കണം അല്ലേ. നമുക്ക് എത്ര പെട്ടെന്ന് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ വേ ഓഫ് ലേണിംഗ് ആണ്. നമ്മൾ ഇപ്പോഴേ നല്ലൊരു ഷെഡ്യൂൾ അനുസരിച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫേസ് ചെയ്യാൻ പറ്റും. അവിടെയാണ് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് കുറേ പേർക്കൊക്കെ പ്രശ്നമാണ്, എനിക്ക് ഷെഡ്യൂൾ അനുസരിച്ച് പോകാൻ പറ്റുന്നില്ല, ഒരുപാട് തിയറിയൊക്കെ വായിക്കാനുള്ളത് കൊണ്ട് എനിക്കൊരു ടൈം ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് എഫക്റ്റീവായി ഫോളോ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് 1 ഡേ ഓൺലൈൻ ആൻഡ് 1 ഡേ ഓഫ്ലൈൻ സിസ്റ്റമാണ്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഹോസ്റ്റലിൽ ഇരുന്ന്, സപ്പോസ് നിങ്ങൾ പ്ലാൻ കിങ്ഡത്തിൻ്റെ വീഡിയോസ് കാണുകയാണ്, ബോട്ടണിയിലെ പ്ലാൻ കിങ്ഡത്തിൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങൾ കോൺസെപ്റ്റ്സ് ഒക്കെ ഒരുവിധമൊക്കെ ഒന്ന് മനസ്സിലാക്കി, അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ മക്കൾക്ക് കുറച്ച് ഡൗട്ടുകൾ വന്നു. ആ ഡൗട്ടുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. കുറേയൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിനോടും കൂടെയുള്ളവരോടും ഒക്കെ ചോദിച്ച്, അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് നമ്മുടെ ടീച്ചേഴ്സ് അവിടെ ഉണ്ടാവും, അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. എന്നാലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. പിറ്റേ ദിവസം നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുമ്പം, ഓഫ്ലൈൻ ക്ലാസ് റൂമിലേക്ക് വരുമ്പം, ഇതേ പ്ലാൻ കിങ്ഡത്തിലെ കോൺസെപ്റ്റ് തന്നെയാണ് ആ ക്ലാസ്സിലും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഓൺലൈനിൽ വീഡിയോ കണ്ട് പഠിച്ചു, അതേ കാര്യം ഓഫ്ലൈനിൽ വരുമ്പോൾ അത് നിങ്ങളുടെ ഫസ്റ്റ് റിവിഷനും കൂടെ നടക്കുകയാണ്. അവിടെ ആ കോൺസെപ്റ്റ് ഒന്നും കൂടെ നിങ്ങൾ പഠിക്കുന്നു, വീണ്ടും നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ അവിടെ ക്ലിയർ ആകുന്നു. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച ആ സംശയങ്ങളും നിങ്ങൾ ചോദിച്ച് ക്ലിയർ ആക്കുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും, ഇതേ ടോപ്പിക്കിൻ്റെ എക്സാം, ഡെയിലി എക്സാം അന്ന് തന്നെ വൈകിട്ട് നിങ്ങൾ എക്സാം എഴുതും. അതോടെ ആ സബ്ജക്റ്റ്, ആ ടോപ്പിക്ക് നിങ്ങൾക്ക് പക്കയായി. അതിനുശേഷം ആ എൻറ്റയർ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എൻഡ് ഓഫ് ചാപ്റ്റർ എക്സാംസ് ഉണ്ട്. പിന്നെ സിലബസ് ഒരുവിധം പകുതി കഴിയുമ്പോഴേക്കും എൻഡ് ഓഫ് മോഡ്യൂൾ എക്സാംസ് അല്ലേ, അല്ലെങ്കിൽ പാർട്ട് സിലബസ് ആൻഡ് ഫുൾ സിലബസ് ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ മക്കൾ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ എഴുതുന്നുണ്ട്. ആൻഡ് ഓൾസോ വെറുതെ എഴുതി പോവല്ല, കണ്ടിന്യൂസ്ലി നിങ്ങൾ അസസ്സും ചെയ്യുന്നുണ്ട്. ദാറ്റ് വെയർ യു സ്റ്റാൻഡ്, നിങ്ങൾ എത്ര സ്കോർ ചെയ്യുന്നുണ്ട് അല്ലേ. സോ ബേസിക്കലി ഈ ഒരു സിസ്റ്റത്തിൽ വരുമ്പോൾ
നിങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങളൊരു സെൽഫ് മോട്ടിവേറ്റഡ് അല്ലാത്ത ഒരാളാണെങ്കിൽ, സ്വയമായിട്ടൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി അത് ഫോളോ ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ പോലും ഒരു പ്രശ്നവുമില്ല. കാരണം ഇവിടെ നിങ്ങൾക്കുള്ള ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം ഓൾറെഡി സെറ്റാണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത് എന്താ മക്കളെ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ നമുക്ക് പീസ്ഫുൾ ആയിട്ട് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണം. പ്ലസ് നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും അതിനൊരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ വേണം. കാരണം മക്കൾ ഏറ്റവും ഇറിറ്റേറ്റഡ് ആവുന്നത് ഈ ഡൗട്ടുകൾ ഇങ്ങനെ പെൻഡിങ് ആവുമ്പോഴാണ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഈ ഡൗട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് എഴുതി നോക്കുമ്പോൾ നമ്മുടെ സ്പീഡ്, അക്യുറസി നമുക്ക് കൂടണം അല്ലേ. അതായത് നമുക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നല്ലപോലെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം. ഈ 3 കാര്യങ്ങളാണ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ആസ്പിരൻറ്റും നോക്കുന്നത്. ഇത് 3ഉം നമുക്ക് ഈ സിസ്റ്റത്തിൽ എഫക്റ്റീവ് ആയിട്ടുണ്ട്. എസ്പെഷ്യലി ബയോളജി പോലെയുള്ള, ബോട്ടണി പോലെയുള്ള ലെങ്തി സബ്ജക്ട്സ് അല്ലെ, ലെങ്തി ചാപ്റ്റേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ചിലപ്പം NCERT നിങ്ങൾ ഒരു പ്രാവശ്യം വായിച്ചേക്കും, മുഴുവനായി വായിച്ചേക്കും. ഈ ടോപ്പേഴ്സ് ഒക്കെ പറഞ്ഞതുപോലെ 15 പ്രാവശ്യവും ചിലപ്പോൾ അത് മുഴുവനായിട്ട് ഇന്ന് വായിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പറ്റുമായിരിക്കും, നമ്മൾക്ക് നമ്മുടെ ഷെഡ്യൂളൊക്കെ ഫിനിഷ് ചെയ്തുള്ള സമയത്ത് നിങ്ങൾക്ക് ആ റീഡിങ് ചെയ്യാം. പക്ഷെ ഇപ്പം നമ്മൾ ഓരോ ചാപ്റ്റർ പഠിച്ചു പോകുമ്പോൾ ചിലപ്പോൾ മക്കൾക്ക് ഫുൾ ചാപ്റ്റർ വായിക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് വരും. അതിനായിട്ടാണ് സൈലത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇസ് ടോട്ടലി ഒരു NCERTയുടെ സിംപ്ലിഫൈഡ് വേർഷൻ ആണ് നമ്മുടെ സൈലത്തിൻ്റെ DPPയും ബാക്കി എല്ലാ കാര്യങ്ങളിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ. അതായത് NCERTയിൽ നിങ്ങളിപ്പോൾ വായിക്കുമ്പം, നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, ഒരു സ്റ്റോറി ലൈൻ പോലാണ്. അതായത് വലിയ വലിയ പാരഗ്രാഫ്സ് ഇങ്ങനെ എഴുതി തിയററ്റിക്കലായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ വായിക്കുന്നവർക്ക് ഒന്നും അറിയാത്തവരാണെങ്കിൽ അത് വായിക്കുമ്പോൾ കിളി പോകും സത്യമായിട്ടും. പക്ഷെ ബയോളജി ആണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും നമ്മൾക്ക് എന്താ വേണ്ടത്, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം അല്ലേ. അപ്പം നിങ്ങളിപ്പം ഓൺലൈൻ ക്ലാസ് ഹോസ്റ്റലിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ കാണുകയാണ്. നിങ്ങൾ വീഡിയോ കണ്ട് ടീച്ചർ ഇങ്ങനെ കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ NCERTയിൽ നോക്കുമ്പോൾ NCERTയിലുള്ള അതേ കാര്യം തന്നെയാണല്ലോ മിസ്സ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്, നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ അല്ലേ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആ ടോപ്പിക്ക് വായിച്ചിട്ട് വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, മിസ്സ് പറയുന്ന അതേ കാര്യം തന്നെയാണ് ഇതാ ഇവിടെയും ഉള്ളത്. ആ റീഡിങ്ങിന് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ലാംഗ്വേജ്, ഇനി ഒരുപാട് പേര് മലയാളം മീഡിയം ഒക്കെ പഠിച്ചു വരുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ലാംഗ്വേജിൻ്റെ ഇഷ്യൂസ് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ അതൊക്കെ സിംപ്ലിഫൈഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉള്ളത്. അതിൽ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ്, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് നമ്മുടെ ബോട്ടണിയുടെ ഒക്കെ ചാപ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഓരോ ചാപ്റ്ററിൻ്റെ ഓരോ സെഷൻ കഴിയുമ്പോഴും നമ്മൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നു, സെൽഫ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നു, എന്നിട്ടാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത്. അതുപോലെ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഷെഡ്യൂളൊക്കെ ഒരുവിധം കഴിഞ്ഞ് കഴിയുമ്പോൾ മക്കൾക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും. കാരണം നമ്മൾ ഓൺ ടൈം ഷെഡ്യൂൾ ഫിനിഷ് ചെയ്യും. അതിനുശേഷം റിവിഷൻസ് ആണ് നമുക്ക് ഇഷ്ടം പോലെ. എനിക്ക് തോന്നുന്നില്ല സൈലം നടത്തിയത് അതുപോലെ അത്രയും റിവിഷൻ സെഷൻസ് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് നടത്തിയ വേറെ ഒരു ഓർഗനൈസേഷനും ഉണ്ടാവില്ല. കാരണം നമുക്ക് LMRP ഉണ്ടായിരുന്നു, XPL 1.0, XPL 2.0, അതിനുശേഷം നിങ്ങൾ ഓഫ്ലൈനിലെ ഓവറോൾ റിവിഷൻസ്, അതിനുശേഷം നിങ്ങൾ എഴുതിയ ഒരു ഓവറോൾ ത്രൂ ഔട്ട് ദ ഇയർ നിങ്ങളൊരു 10-25ഓളം ഫുൾ സിലബസ് മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം എക്സാംസ് എഴുതിയിട്ടാണ്, അതായത് ഒരു 5000ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്നത്. ഇപ്രാവശ്യം നമ്മുടെ ടോപ്പേഴ്സ് ഒക്കെ പറഞ്ഞ കാര്യമാണ്. എസ്പെഷ്യലി ബയോളജിയിൽ ഫുള്ള് സ്കോർ ചെയ്ത മക്കൾ, ബോട്ടണിയിലും സുവോളജിയിലും ഒക്കെ 180 on 180, ടോട്ടൽ 360 on 360 സ്കോർ ചെയ്ത മക്കൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, മിസ്സേ ഐ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് അനദർ മോക്ക് എക്സാം. അവർക്കത് നീറ്റ് എക്സാം ആണെന്നോ, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നോ അവർക്ക് ഫീൽ ചെയ്തതേ ഇല്ല. ബിക്കോസ് അത്രയ്ക്ക് അവർക്ക് സിമ്പിളായിട്ട് തോന്നി. കാരണം അവർ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടാണ് പോയിരുന്നത്. സോ ഓൾറെഡി ചെയ്തു പോയ കുറേ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക്. അതായത് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അവർക്ക് ഇത് ഞാൻ ഇതുവരെ കാണാത്തതല്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് അല്ല, പക്ഷേ വെരി ഫെമിലിയർ എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് വന്നത്. ഇതുപോലെയൊക്കെ നമുക്കും എക്സാം ഹാളിൽ പോയി ഹാപ്പി ആയിട്ട് ഇറങ്ങി വരണം. നമുക്കും നീറ്റ് 2025 ക്ലിയർ ചെയ്യണം നല്ല മാർക്കോട് കൂടെ തന്നെ. അപ്പോൾ മക്കൾ ആകെ ചെയ്യേണ്ടത് ഇതാണ്. എസ്പെഷ്യലി ബയോളജി ഒക്കെ പഠിക്കുമ്പോൾ NCERT റീഡിങ് നിങ്ങളുടെ സ്റ്റഡിയുടെ ഒരു ഭാഗമാക്കുക. അതിന് നിങ്ങൾക്കൊരു ഷെഡ്യൂൾ ഉണ്ടാക്കാം. ഡെയിലി ഒരു 5 pages NCERT ഞാൻ വായിക്കും. പ്ലസ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് അത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് മക്കൾക്ക് മനസ്സിലാക്കാം. പിന്നെ റിവിഷൻസ് ടെസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് മാപ്സ് ഒക്കെ നോക്കിയിട്ട് റിവിഷൻസിലേക്ക് പോവാം. പിന്നെ അതായത്
പണ്ടൊക്കെ പഠിക്കുമ്പോൾ കൺവെൻഷണൽ ആയിട്ട് പഠിക്കുമ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം ബോട്ടണി ഒക്കെ പഠിക്കുമ്പോൾ എക്സാമ്പിൾ ആൽഗയുടെ എക്സാമ്പിൾസ് എഴുതിക്കൊണ്ട് എക്സാമ്പിൾ ഷീറ്റ് അല്ലെ, അതുപോലെ സയന്റിസ്റ്റിന്റെ പേരുകളുള്ള ഒരു ഷീറ്റ്, ഓരോ ചാപ്റ്ററിലെയും സയന്റിസ്റ്റിന്റെ വർഷങ്ങൾ, കണ്ടുപിടിച്ചതിന്റെ വർഷങ്ങളുള്ള ഷീറ്റ്, അങ്ങനെ കുറേ ഷീറ്റുകളായിട്ട് ഇങ്ങനെ അടുക്കി ഉണ്ടാക്കി അത് വെച്ചിട്ടാണ് മക്കൾ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് നമ്മൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് ഈ ഓരോ കാര്യങ്ങളും നമ്മുടെ ചാപ്റ്റർ സമ്മറിയിലൊക്കെ വൃത്തിയായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾസ്, ഇമ്പോർട്ടൻ്റ് സയൻറ്റിസ്റ്റ്, അവരുടെ ഇമ്പോർട്ടൻ്റ് ഇൻവെൻഷൻസ് അല്ലെ, എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഷീറ്റുകളൊന്നും എഴുതി ഉണ്ടാക്കി മക്കൾ സമയം കളയണ്ട. യു ക്യാൻ സേവ് യുവർ ടൈം ആൻഡ് സ്റ്റഡി ഇഫക്റ്റീവ്ലി, ബിക്കോസ് സ്മാർട്ട് ലേണിംഗ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു വർക്ക് ഫോർ യു ഇൻ ദ കമ്മിങ് ഇയർ, മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ഫോർ ഓൾ ദി സപ്പോർട്ട്, all the very best.